ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയതിൻ്റെ ചെമ്മിണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ടൊരു ഉപ്പേരി തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നല്ലപോലെ ചെറുതാക്കി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതേപോലെ തന്നെ വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ അടുപ്പിൽ വെക്കുകയാണ്. അതായത് ഇപ്പം ഞങ്ങൾ കുറച്ച് ഡയറ്റിങ്ങും കാര്യങ്ങളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിത് എണ്ണയിൽ വറവിട്ടിട്ടൊക്കെ വെക്കാം, ഉഴുന്ന് ചേർക്കാം, കടുക് ചേർക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിത് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് എണ്ണ തീരെ ഒഴിക്കാതെയാണ് വെക്കുന്നത്. കുറച്ച് എന്ത് ചെയ്യുക, പച്ചമുളകും കൂടെ മുറിച്ചിടുക. വേണമെങ്കിൽ നമുക്ക് തേങ്ങയുടെ കൂടെ ചതച്ചിട്ട് ഇടുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഉള്ള രീതിയിൽ പച്ചമുളക് ഇട്ടു, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയതും ഇട്ടു. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പം ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ഒരു ക്യാബേജ് തോരനൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ട്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ചക്കത്തോരൻ്റെ ഉള്ളത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി സാധനമാണ്. നമ്മളിത് പൊതുവേ ചക്ക ഉണ്ടാക്കുന്ന സമയത്ത് കളയാറാണ് പതിവ്. അപ്പം അതിലും നല്ലത് നമ്മളിത് എടുത്ത് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, കുറച്ചുകൂടെ യൂസ്ഫുള്ളും ആണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വെക്കാം, അതിനുശേഷം നമുക്കത് വാങ്ങി വെക്കാം. പിന്നെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് ഞാൻ ഒരു ബ്രൊക്കോളിയുടെ ചെറിയൊരു തോരൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഉഴുന്നിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു മാങ്ങാ പുളിശ്ശേരി വെച്ചിട്ടുണ്ട്, പഴുത്ത മാങ്ങയുടെ പുളിശ്ശേരി. ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ. ബൈ, ദാറ്റ്സ് ഓൾ. ഹാവ് എ ഗുഡ് ഡേ.